സലിം കുമാറിനേക്കാളൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അതായത് ശ്രീനിവാസന്റെയും സലിം കുമാറിന്റെയും ഒക്കെ ഒരു ഡയലോഗെങ്കിലും ഒരു ദിവസമെങ്കിലും പറയാത്ത മലയാളികളില്ല എന്ന് പറയാം. സലിം കുമാറിന് ലഭിച്ചതുപോലെ തന്നെ ഇവിടെ അർഹതയുണ്ടായിരുന്നു ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസനും. അപ്പോൾ ആ ശ്രീനിവാസനെ എന്തുകൊണ്ടൊരു പക്ഷേ സർക്കാർ മറന്നുപോയതായിരിക്കാം. ഇനി വരുന്ന ബഡ്ജറ്റിലെങ്കിലും ശ്രീനിവാസന് കൂടി ഒരു സ്മാരകം ഒരുക്കേണ്ടതുണ്ട്. ഇന്നസെന്റിന്റെ പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹവും ഇത് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കലാകാരന്മാരെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്, അതിൽ രാഷ്ട്രീയം കലർത്തരുത്. അവർക്കെല്ലാം രാഷ്ട്രീയം ഉണ്ടാവാം. ഈ പറഞ്ഞ സലിം കുമാറിന് രാഷ്ട്രീയമുണ്ട്, ഈ പറഞ്ഞ ശ്രീനിവാസന് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന രാഷ്ട്രീയമായിരുന്നു ശ്രീനിവാസന്റേത്. നമസ്കാരം. നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ ഒരു പ്രധാന ആകർഷകമായിരുന്നു അന്തരിച്ച അതുല്യ പ്രതിഭ സലീം കുമാറിന് 1 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സ്മാരകത്തെക്കുറിച്ച്. അതുപോലെ തന്നെ മറ്റൊരു അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ സർ. അദ്ദേഹത്തെ ഒരു പക്ഷേ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇതുപോലൊരു സ്മാരകത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഓർക്കാതെ പോയത്? സലിം കുമാർ എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു വക്താവായിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പരസ്യമായിട്ട് പല വേദികളിൽ പറയുകയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രചരണത്തിന് പോവുകയും ചെയ്തിരുന്ന ആളാണ് സലിം കുമാർ എന്ന് പറയുന്നത്. അതേസമയം ശ്രീനിവാസനെ സംബന്ധിച്ച് പറയുമ്പോഴും ഇന്നസെന്റിനെ സംബന്ധിച്ച് പറയുമ്പോഴും, ഇപ്പോൾ ഇന്നസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFന്റെ MP ആയിട്ടുള്ള LDF ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു നേതാവായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു CPMകാരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവ കഥകളിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ്. ഈ സലിം കുമാർ തികച്ചും അർഹനാണ്. കാരണം ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു നടനാണ് സലിം കുമാർ എന്ന് പറയുന്നത്. നമ്മളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് സലിം കുമാർ എന്ന് പറയുന്നത്. സലിം കുമാറിന് വേണ്ടി തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആയി കൊച്ചിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് പറവൂരിൽ നൽകിയ സ്വീകരണത്തിൽ എത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ് സലിം കുമാർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം അർഹിക്കുന്നതാണ് ആ സ്മാരകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്മാരകത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കൂ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 കോടി രൂപ മുടക്കിയിട്ടാണ് ആ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സലിം കുമാറിൻ്റെ സ്മാരകാർത്ഥം കേരളത്തിൽ അല്ലെങ്കിൽ പറവൂര് നിർമ്മിക്കാൻ പോകുന്ന സ്മാരകം എന്താണ്? സ്മാരകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ലൈബ്രറി ആവാം, അല്ലെങ്കിൽ പ്രതിമയാകാം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമാകാം, എന്തുമാകാം സ്മാരകമായിട്ട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഹോളാവാം. പക്ഷേ 1 കോടി രൂപ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്താണോ എന്തും സലിം കുമാറിൻ്റെ സ്മാരകമായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പല ആളുകളും ചോദിക്കും, കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് നൽകിയിട്ടാണ് സലിം കുമാറിന് 1 കോടി രൂപ ഇവിടെ സ്മാരകം പണിയുന്നതെന്നൊക്കെ. കാരണം സാംസ്കാരികമായിട്ട് വളരെ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പറവൂർ എന്ന് പറയുന്നത്. അപ്പോൾ പറവൂർ ഉയരുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയായിരിക്കും സലിം കുമാറിൻ്റെ പേരിൽ ഉയരുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ പ്രധാനമായിട്ടും മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സലിം കുമാറിന് തൊട്ട് മുമ്പേ മരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്, നടനാണ്, തിരക്കഥാകൃത്താണ്, കഥാകൃത്താണ്, എല്ലാമാണ്. മലയാളിയെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഹാസ്യം, അതായത് നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും സിനിമയിലേക്ക് കൊണ്ടുവരികയും സ്വയം വിമർശനം നടത്താനായിട്ട് മലയാളിയെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അതുല്യ കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനിവാസനെ അവഗണിക്കുകയും, അതായത് സലിം കുമാറിനേക്കാളൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അതായത് ശ്രീനിവാസന്റെയും സലിം കുമാറിന്റെയും ഒക്കെ ഒരു ഡയലോഗെങ്കിലും ഒരു ദിവസമെങ്കിലും പറയാത്ത മലയാളികളില്ല എന്ന് പറയാം. സലിം കുമാറിൻ്റെയൊക്കെ എത്രയോ എത്ര ഡയലോഗുകളാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധാരണ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് പോലും ഹാസ്യത്തിനായിട്ട് എടുത്ത് ഉപയോഗിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ എടുത്തു പറയാറുണ്ട്. അപ്പോൾ സലിം കുമാറിന് ലഭിച്ചതുപോലെ തന്നെ ഇവിടെ അർഹതയുണ്ടായിരുന്നു ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസനും. അപ്പോൾ ആ ശ്രീനിവാസനെ എന്തുകൊണ്ടൊരു പക്ഷേ സർക്കാർ മറന്നുപോയതായിരിക്കാം. ഇനി വരുന്ന ബഡ്ജറ്റിലെങ്കിലും ശ്രീനിവാസന് കൂടി ഒരു സ്മാരകം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രീനിവാസന് വേണ്ടി സ്മാരകം ഒരുക്കുന്ന സമയത്ത് അദ്ദേഹം പ്രകൃതിയുമായിട്ട് ലയിച്ചു ചേർന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ജൈവ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട്
പ്രവർത്തികൾ നമ്മുടെ നാടിനെ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഒരു മലയാളിയെ ഇത്രയേറെ ഹാസ്യാത്മകമായിട്ട് വിമർശിച്ചിട്ടുള്ള മറ്റൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. അതായത് സിനിമകൾ പലതും നമ്മൾ എടുത്തു നോക്കുക. സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഹാസ്യമായിട്ട് ഇന്നും ഇവിടെ നിൽക്കുകയാണ്. കാരണം പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗത്ത് ശ്രീനിവാസനും മറുവശത്ത് നിൽക്കുന്ന ജയറാമും, ഈ രണ്ടുപേരും കേരളത്തിന്റെ രണ്ട് രാഷ്ട്രീയമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സന്ദേശം സിനിമയിലെ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു തെല്ലിട പോലും നമ്മുടെ മാറിയിട്ടില്ല. പല രീതിയിലും പല ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന സമയത്തും എപ്പോഴും നമ്മൾ എടുത്തു വെക്കുന്നത് ഈ സന്ദേശം സിനിമയിലെ പല സീനുകളുമാണ്. ഇപ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ സട്ടയറിന് വേണ്ടിയിട്ട് പോലും ഉപയോഗിക്കുന്ന സന്ദേശം സിനിമയിലെ രംഗങ്ങളാണ് നമ്മൾ എടുത്തു വയ്ക്കാറുള്ളത്. അതുകൂടാതെ വടക്ക് നോക്കി യന്ത്രം, നാടോടിക്കാറ്റ്, അതുകൂടാതെ തന്നെ ചിന്താവിഷ്ടയായ ശ്യാമളയൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉയർത്തിയ സാമൂഹിക വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലുതാണ്. കാരണം വെറും ഒരു സിനിമയായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളിയുടെ കഴിവില്ലായ്മയെയും അതോടൊപ്പം തന്നെ മലയാളിയുടെ അന്ധമായ ചില കാഴ്ചപ്പാടുകളെയും ഒക്കെ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്ന രീതിയിലായിരുന്നു ഇത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീനിവാസന് അർഹതപ്പെട്ടതായിരുന്നു ഒരു സ്മാരകം. ആ സ്മാരകത്തെ പറ്റി ഒരുപക്ഷെ സർക്കാർ മറന്നുപോയതായിരിക്കാം. സലിം കുമാറിന് അർഹതപ്പെട്ടതാണ്. എന്നാൽ സലിം കുമാറിനേക്കാൾ സീനിയറാണ്. സലീം കുമാറിനേക്കാൾ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും അതോടൊപ്പം തന്നെ സംവിധാനം ചെയ്യുകയും തിരക്കഥ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അതുല്യ കലാകാരൻ കൂടിയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രീനിവാസനും കൂടി ഒരു സ്മാരകം ഉയരേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൂടാണ്ട് തന്നെ ഇന്നസെന്റിന്റെ പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹവും ഇത് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെയും എത്രയെത്ര നർമ്മരംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നസെന്റിനെ ഞാൻ ഒന്ന് ആലോചിച്ചു. കാരണം എത്രയെത്ര രംഗങ്ങൾ, എത്ര പലപ്പോഴും ഈ ഇന്നസെന്റും അതോടൊപ്പം തന്നെ സലീം കുമാറും ഈ പറഞ്ഞ ശ്രീനിവാസനും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഓരോ പ്രാവശ്യവും എടുത്ത് പരിശോധിച്ച് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണരാമനിലൊക്കെ ഇന്നസെന്റ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെയൊക്കെ മിസ്റ്റർ എന്താ എൻ്റെ പേരെന്താ മിസ്റ്റർ പോഞ്ഞിക്കര. ഈ മിസ്റ്റർ പോഞ്ഞിക്കരയൊക്കെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ലേശം ചോറിട്ട് മറ്റേ മോര് കൂട്ടി കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നും മലയാളികൾ, അതായത് ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ആ രംഗം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന നമ്മുടെ കൺമുമ്പിലുണ്ട്. അതേപോലെയുള്ള എത്രയോ ശ്രീനിവാസൻ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കലാകാരന്മാരെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്, അതിൽ രാഷ്ട്രീയം കലർത്തരുത്. അവർക്കെല്ലാം രാഷ്ട്രീയം ഉണ്ടാവാം. ഈ പറഞ്ഞ സലീം കുമാറിന് രാഷ്ട്രീയമുണ്ട്, ഈ പറഞ്ഞ ശ്രീനിവാസന് ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന രാഷ്ട്രീയമായിരുന്നു ശ്രീനിവാസൻ്റെത്. ഇപ്പൊ ഒന്ന് അറബിക്കഥ സിനിമ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അറബിക്കഥയിൽ എത്ര നിശിതമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അതിനകത്ത് ശ്രീനിവാസൻ വിമർശിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാർ ശത്രുവായി കണ്ട ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എന്ന് മനസ്സിലാക്കണം. എത്ര മനോഹരമായിട്ടാണ് വരച്ചു കാണിച്ചിട്ടുള്ളത്. കാരണം അതിനകത്ത് കരുണൻ എന്ന് പറയുന്ന മന്ത്രിയും അതോടൊപ്പം തന്നെ ബാലൻ, അതിൻ്റെ അകത്ത് ഈ ശ്രീനിവാസന്റെ കഥാപാത്രം, ഇതെല്ലാം കൂടെ നമ്മളെടുത്ത് മുകുന്ദേട്ടൻ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കഥാപാത്രം ഇരിക്കുന്നു, മുകുന്ദൻ. അപ്പോൾ ക്യൂബ മുകുന്ദൻ. അപ്പോൾ ആ ക്യൂബ മുകുന്ദൻ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടിയുറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ പച്ചയായിട്ട് അവതരിപ്പിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഇവിടെ സ്മാരകം ഉയരാതിരുന്നത് എന്നുകൂടിയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീനിവാസന് വേണ്ടി ഒരു സ്മാരകമൊക്കെ നിർമ്മിക്കേണ്ടതായിരുന്നു, പക്ഷെ നിർമ്മിച്ചിട്ടില്ല. എന്നാൽ ഇന്നസെന്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതുകൂടാതെ ജോൺസൺ മാഷിന്റെ പേരിൽ അക്കാദമി വരുന്നു. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ജോൺസൺ മാഷിന്റെ ഒപ്പമുള്ളപ്പോഴും പി ജയചന്ദ്രൻ എന്ന് പറയുന്ന, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി തന്നെ മലയാള സംഗീതത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയാണ് പി ജയചന്ദ്രനും യേശുദാസും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രവീന്ദ്രൻ മാഷ്, വയലാർ, ഇങ്ങനെ എത്ര അതുല്യ കലാകാരന്മാരുണ്ട്. അപ്പം ഈ അക്കാദമികളൊക്കെ വരുന്നത് ആരുടെയെങ്കിലും പേരിലാകാൻ പാടില്ല എന്നൊരു അഭിപ്രായം കൂടി നമുക്കിവിടെ രേഖപ്പെടുത്താനുണ്ട്. ഏതൊക്കെയായാലും ഇപ്രാവശ്യം സലീം കുമാറിന് വേണ്ടിയിട്ട് സ്മാരകം ഉയരുന്ന സമയത്ത് അടുത്ത ബഡ്ജറ്റിലെങ്കിലും ശ്രീനിവാസൻ എന്നുള്ള അതുല്യ കലാകാരന് കൂടി ഒരു സ്മാരകം ഒരുക്കാനായിട്ട് ഈ സർക്കാരിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് മലയാളികൾ അത് ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം അതേപോലുള്ള അതുല്യമായ ഒരു കലാകാരനാണ്. അതുകൊണ്ട് നമുക്കെങ്ങനെ കാത്തിരിക്കാം. എല്ലാം കൂടെ ഒരു ബഡ്ജറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അടുത്ത ബഡ്ജറ്റായിട്ട് നമുക്ക് കാത്തിരിക്കാം. ആ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ശ്രീനിവാസന്, മലയാളികളുടെ എല്ലാം ശ്രീനിയേട്ടന് ഒരു സ്മാരകം ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.